ചൈന അവരുടെ എല്ലാ സ്ട്രാറ്റജിയും മിലിറ്ററി ബേസ് വരെയാണ് മോൾഡീവ്സിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഇന്ത്യക്ക് അടുത്തുള്ള അവരുടെ ഒരു ദ്വീപ് മോൾഡീവ്സിൻ്റെ അവിടെ അഗ്രികൾച്ചർ ഫാമിംഗ് നടത്തുവാൻ വേണ്ടി മോൾഡീവ്സ് അവർക്ക് കൊടുക്കുന്നു. ഏകദേശം 2ഓളം ചൈനയുടെ സ്പൈ ഷിപ്പ്, അതായത് ചാരക്കപ്പലുകൾ മോൾഡീവ്സിലോട്ട് വരുന്നു. ഏകദേശം വലിയൊരു അവരുടെ നേവൽ യൂണിറ്റും ഒരു ബറ്റാലിയനുമാണ് ഏകദേശം 2000ഓളം വരുന്ന ചൈനീസ് ആർമിയെ അവിടെ ക്യാമ്പ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ദ്വീപ് കൊടുക്കുവാൻ വേണ്ടി മോൾഡീവ്സ് തീരുമാനിച്ചത്. അതിനുവേണ്ടി ഫാമിംഗ് എന്നൊരു പേര് കൊടുത്തു. കാരണം ചൈനീസ് ഫാമിംഗ്, ചൈനയുടെ ടെക്നോളജിയോടുകൂടി മോൾഡീവ്സിൽ ഫാമിംഗ് നടത്തുന്ന പേരും വന്നു. അതിനിടയ്ക്ക് നിങ്ങൾ മനസ്സിലാക്കണേ, 2 ദിവസം മുമ്പ് ചൈനയിൽ നിന്ന് ഏകദേശം 1500 വലിയ ബോട്ടിലുകളിൽ കുടിക്കുവാനുള്ള വെള്ളം, ഏകദേശം 3200 കിലോമീറ്റർ ടിബറ്റൻ ഗ്ലേസിയറിൽ നിന്നെടുത്ത വെള്ളം മോൾഡീവ്സിന് സെക്യൂരിറ്റി എന്ന നിലയ്ക്ക് കൊടുക്കുന്നു. നിങ്ങൾക്കറിയാം, 2014 മോൾഡീവ്സിൽ വെള്ളത്തിൻ്റെ ഡീസാലിനേഷൻ, അതായത് ഉപ്പുവെള്ളം എടുത്ത് കുടിക്കുന്ന പോർട്ടബിൾ വാട്ടർ ആക്കുന്ന പരിപാടിയാണ് ഡീസാലിനേഷൻ എന്ന് പറയുന്നത്. അതിന് ഭയങ്കര ചിലവുള്ള സംഭവം. ആ പ്ലാന്റിന് തീ പിടിച്ചു കഴിഞ്ഞപ്പോൾ മോൾഡീവ്സ് ലോകത്തെല്ലാവരോടും പറഞ്ഞു പെട്ടെന്ന് സഹായം എത്തിക്കാൻ. ആദ്യം അവർ പോയത് മിഡിൽ ഈസ്റ്റിന് അറേബ്യൻ രാജ്യങ്ങളിലോട്ടാണ്. അവരെല്ലാം പറഞ്ഞു അവർ വേണമെങ്കിൽ 1 മില്യൺ ദിർഹം അവർ കൊടുക്കാം. പക്ഷെ ആരും ജലം കൊടുക്കാൻ, കുടിവെള്ളം കൊടുക്കുവാൻ തയ്യാറായ സമയത്താണ്, അതായത് 2014, അതായത് നരേന്ദ്രമോദി അധികാരത്തിൽ കയറിയ സമയത്ത് ആദ്യത്തെ വലിയ ഒരു ഡിപ്ലോമാറ്റിക് മിഷനായിരുന്നു സംഭവം നടന്നത്. ഓപ്പറേഷൻ നീര എന്ന് പേരിട്ട് അതിനകത്ത് ഷിപ്പിലും അതേപോലെ ട്രിവാൻഡ്രത്തുനിന്ന് എയർക്രാഫ്റ്റിനും അവിടെ കുടിവെള്ളം എത്തിക്കുന്നു പെട്ടെന്ന്. അപ്പം ഈ രീതിയിലാണ് ഇന്ത്യയുമായിട്ട് സഹകരിച്ച് പോയത്. പെട്ടെന്നാണ് പുതിയ ഭരണത്തലവൻ വരുന്നു, കൂട്ടുകക്ഷി മന്ത്രിസഭയാണ്, വലിയൊരു ഇസ്ലാമിക് രീതിയിലുള്ള ചിന്താഗതി വരുന്നു. അവർ ചൈനയെ അകത്തോട്ട് കയറ്റുന്നു. ഇപ്പം ഇന്ത്യയുമായിട്ട് ഉടക്കുണ്ടാകുന്നു. അവസാനം അമേരിക്ക കയറി ഇടപെട്ടു. എന്തിനാ അമേരിക്ക കയറി ഇടപെട്ടത്? കാരണം ഈ ദ്വീപിൽ ചൈനയുടെ ക്യാമ്പ് ഉണ്ടാകാൻ പോകുന്നു. 2ഓളം സ്പൈ ഷിപ്പ് മോൾഡീവ്സിൽ ക്യാമ്പ് ചെയ്യുന്നു, ആങ്കർ ചെയ്യുന്നു. അമേരിക്കയുടെ ഒരു എയർ ബേസ് ഡിയാഗോ ഗ്രാഷ്യോ ഇതിനടുത്ത്. എന്താണ് അമേരിക്ക 2 ദിവസം മുമ്പ് മോൾഡീവ്സ് സന്ദർശിച്ചിട്ട് അവിടെ അവരുടെ ഡിപ്ലോമാറ്റ്സ് പോയി പറഞ്ഞത്? അവിടുന്ന് പുല്ലെല്ലാം എടുത്ത് മാറ്റിക്കോണം. അവിടെ ഒരു കാരണവശാലും അവിടെ ഫാമിങ്ങോ ചള്ളോ ചവറോ അവിടെ തുടങ്ങാൻ പറ്റത്തില്ല. വേണമെങ്കിൽ നിങ്ങൾ ചെയ്തോണം, അല്ലെങ്കിൽ ആ ദ്വീപ് പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞു അമേരിക്ക. പിന്നീട് പറഞ്ഞു സ്പൈ ഷിപ്പ് അവിടുന്ന് മാറ്റിക്കോണം, ഇത്ര കിലോമീറ്റർ ദൂരത്തോട്ട് മാറ്റണം. ആകെപ്പെട്ടു. ഇതാണ് വെറുതെ ഇരുന്നിടത്ത് അവിടുത്തെ പ്രസിഡന്റ് കയറി ചൊറുതി കഴിഞ്ഞപ്പോൾ ഉണ്ടായ സംഭവമാണ് ഉണ്ടായത്. ഇപ്പം ഈ ചൈനയെ അവിടെ കൊണ്ടുവരുന്ന സമയത്ത് ഇന്ത്യയുടെ ഒരു ഡിപ്ലോമസി ഉണ്ട്. ഇന്ത്യക്ക് അതിനെ എതിർക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. അത് അവരുടെ ഒരു ആ രാജ്യത്തിൻ്റെ എല്ലാ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു രാജ്യത്തിന് അവർക്ക് ചെയ്യാൻ സാധിക്കും. അവർക്ക് ആരെ താല്പര്യം കൊണ്ട് കൊണ്ടുവരാം. ഇപ്പം ഇന്ത്യയെ പ്രകോപിപ്പിക്കുവാൻ വേണ്ടി ചൈനയുടെ ബേസ് അവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അതേപോലെ സ്പൈ ഷിപ്പ്, ചാരക്കപ്പലുകൾ അങ്ങോട്ട് കൊണ്ടുവരുത്തി ഇന്ത്യയുടെ ബോർഡറിലോട്ട്. ഇത് ബേസിക്കലി ഡിയാഗോ ഗ്രാഷ്യോമായിട്ട് അമേരിക്കൻ ബേസുമായിട്ട് അടുത്ത് കിടക്കുക. അമേരിക്കക്കറിയാം ഈ സംഭവം നാളെ പ്രശ്നം ഉണ്ടാകാൻ പോകുന്ന അമേരിക്കൻ ബേസിലാണ്. അതിൻ്റെ പേരിലാണ് അമേരിക്ക ശക്തമായ താക്കീത് കൊടുത്ത് പല ദ്വീപും പിടിച്ചെടുക്കും. ഈ പറയുന്ന 2ഓളം ഈ സ്പൈ ഷിപ്പ് വേണമെങ്കിൽ ഇത്ര കിലോമീറ്റർ ദൂരെ ഇന്ന ഭാഗത്ത് കൊണ്ട് ആങ്കർ ചെയ്തോണം, ഇതിവിടെ ചെയ്യാൻ പറ്റത്തില്ല, വ്യക്തമായിട്ട് താക്കീത് കൊടുത്തു. അമേരിക്കൻ ഒഫീഷ്യലി അത് പറയുന്നില്ല എങ്കിലും അത് സോഷ്യൽ മീഡിയയിൽ വരാൻ തുടങ്ങി ഈ സംഭവം. ഇതാണ് ബേസിക്കലി മോൾഡീവ്സ് എന്ന് പറഞ്ഞ രാജ്യത്തിന് കിട്ടിയ ഏറ്റവും വലിയ അടി. ഇവർക്ക് കഴിഞ്ഞിടയ്ക്ക് തന്നെ IMFന്റെ ലോൺ തിരിച്ചടയ്ക്കുവാൻ വേണ്ടി ഇന്ത്യയുടെ കാലെ പിടിക്കാൻ വന്നു. ഇന്ത്യ ഒരു കാരണവശാലും മോൾഡീവ്സിനെ ഒരു ശത്രു രാജ്യമായിട്ടോ അകറ്റി നിർത്താനോ ശ്രമിച്ചിട്ടില്ല. ഒരു ചെറിയ രാജ്യമാണെന്ന് പറഞ്ഞൊരു ബിഗ് ഗോഡ് ഫാദർ എന്ന നിലയിൽ ഇന്ത്യ ഇവരോട് പെരുമാറിയിട്ടില്ല.
അവർക്ക് എപ്പോഴും ആവശ്യമുള്ള സമയത്ത് ഇടപെട്ട ഒരു രാജ്യമാണ്. ആ രാജ്യം തന്നെ പിടിച്ചെടുത്തുകൊണ്ട് പോയത്. കാരണം ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം, ഈ മോൾഡീവ്സ് എന്ന് പറയുന്ന ഈ രാജ്യത്തെ നാളെ ചൈനയ്ക്ക് പിടിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. കാരണം 100-200 പേർ, അതായത് LTTയുമായിട്ട് കണക്ഷൻ ഉള്ളവർ കയറി അവിടെ ലാൻഡ് ചെയ്ത് കഴിയുമ്പോൾ ആ രാജ്യം പിടിച്ചെടുത്തു. ഇതാണ് ആ രാജ്യത്തിൻ്റെ പ്രശ്നം. കാരണം പല ദ്വീപുകളായിട്ട് കിടക്കുകയാണ്. അവിടെയാണ് ഇന്ത്യ കയറി സഹായിക്കുകയും അവരെ മിലിറ്ററി ആയിട്ട് എക്വിപ്പ് ചെയ്യുകയും അവർക്ക് ട്രെയിനിങ് കൊടുക്കുകയും ഇതൊക്കെ ചെയ്ത് ഇന്ത്യ വലിയ സഹായമാണ് മോൾഡീവ്സിന് ചെയ്തത്. ടൂറിസം തന്നെ, ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ മോൾഡീവ്സിന് വിട്ട് അവരുടെ GDP, അവരുടെ എക്കോണമി, കാരണം അവർക്ക് ജീവിക്കാനുള്ള രീതിയിലോട്ടാക്കി കൊടുത്തത് ഇന്ത്യ തന്നെയാണ്. ആ ഇന്ത്യയാണ് ചതിച്ചിട്ട് ഈ പറയുന്ന ഇപ്പോഴത്തെ വൃത്തികെട്ട ഒരു പ്രസിഡന്റ്, അതൊരു വലിയ ഇസ്ലാമിക് ഫോബിയ അല്ലെ, ഇസ്ലാമിക് രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സും ഉണ്ട് കൂടെ. അവരെല്ലാം കൂടെ ചേർന്ന് ചെയ്തപ്പോഴാണ് അവസാനം അമേരിക്കയ്ക്ക് മനസ്സിലായ സംഭവം. അത് ഈ മോൾഡീവ്സിന്റെ കളി എന്ന് പറയാൻ ചൈനയെ അവിടെ കൊണ്ടുവരുന്ന അമേരിക്കയും കൂടെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയാണ്. ഒന്നാമത് അമേരിക്കയും ചൈനയും തമ്മിൽ ടസിൽ നടക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് ഡിയാഗോ ഗ്രാഷിയെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയാണ് ഇത് കൊണ്ടുവരുന്നത്, ഇന്ത്യയല്ല. അതാണ് അവർ കയറി പിടിച്ചത്. അതിന്റെ താക്കീതാണ് മോൾഡീവ്സിന് കൊടുത്ത്. ഇതിൻ്റെ ഒക്കെ ആവശ്യമുണ്ടായിരുന്നു ഇവന്മാർക്ക്. അവസാനം ഇന്ത്യയുമായിട്ട് നല്ല ബന്ധം ഇല്ലാതായി. ഇന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്, ഏകദേശം 3ഓളം ഫ്ലൈറ്റുകളാണ് മോൾഡീവ്സിൽ നിന്ന് തിരുവനന്തപുരത്ത് വരുന്ന ആശുപത്രിയും പരിപാടിയും ഒക്കെ ആയിട്ട്. ഇന്ത്യ ഗവൺമെൻറ്റാണ് അവർക്ക് ആശുപത്രി ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇന്ത്യ എല്ലാ രീതിയിലും അവരെ സഹായിച്ചിട്ടുണ്ട്. കാരണം ഇന്ത്യയുടെ ചെറിയ രാജ്യമാണെങ്കിൽ തന്നെയും, കാരണം നല്ല ബന്ധത്തിലാണ് പഴയിരുന്ന ഇന്ത്യ ഭരിച്ചിരുന്നവർ. ഇപ്പോഴത്തെ മോദിയാണെങ്കിലും നല്ല രീതിയിലാണ് ഈ മോൾഡീവ്സ് ഗവൺമെൻറ്റുമായിട്ട് എല്ലാ രീതിയിലും പോകുന്നത്. അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ, ഒരു കാര്യവുമില്ലാതെ ഇന്ത്യയുമായിട്ട് പിണങ്ങുവാൻ വന്നു. ഇന്ത്യ അതിൻ്റെ പേരിൽ ലക്ഷദ്വീപിനെ മറ്റൊരു കോസ്റ്റൽ, അതായത് ഐലൻഡ് ഡെസ്റ്റിനേഷനായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. ഇപ്പം ഇന്ത്യയും അതിൻ്റെ സ്ട്രാറ്റജി ഉണ്ടാക്കി. അവർ ചൈനയിലൂടെ വരുന്ന സമയത്ത് ചൈന അവിടെ വരുവാണെങ്കിൽ അതിനെ എങ്ങനെ കൗണ്ടർ ചെയ്യണം. മിനിക്കോയിൽ ഇന്ത്യയും വലിയ ഗരുഡാന്നും പറഞ്ഞുകൊണ്ട് വലിയ സംഭവം ഉണ്ടായി. ഇതിൻ്റെയൊക്കെ ഒരാവശ്യമില്ലാത്ത കാര്യത്തിലാണ് മോൾഡീവ്സിന്റെ പ്രസിഡന്റ് തുനിഞ്ഞത്. അവസാനം അവർക്ക് തന്നെ അടി കിട്ടി. അവസാനം ചൈന വരാവും. ഇനി അവിടെ ചൈനയെ അവിടെ കൊണ്ടുവരാൻ പറ്റുകയില്ല. എല്ലാ രീതിയിലും അമേരിക്ക അത് മോണിറ്റർ ചെയ്യും. അമേരിക്കയ്ക്ക് ഈ ദ്വീപ് പിടിച്ചെടുക്കാൻ ഒരു 1-2 മണിക്കൂറിന് ആവശ്യമേ ഉള്ളൂ. അത്രയേ ഉള്ളൂ ഈ പറയുന്ന പല ദ്വീപുകൾ. ഇതെല്ലാം കയ്യിൽ നിന്ന് പോകും. ഇതിന്റെ പേരിൽ ആകെ പേടിച്ചിരിക്കുകയാണ് മോൾഡീവ്സിന്റെ പ്രസിഡന്റും അവിടുത്തെ ഭരണകർത്താക്കളും. ഇത് അവിടുത്തെ പ്രതിപക്ഷം യൂസ് ചെയ്യുമെന്നുള്ളതാണ് ഇന്റർനാഷണൽ മീഡിയയും